ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മതസൗഹാർദ്ദത്തിന്റെ വീഡിയോ ആണ്, എല്ലാവരും കാണുക. ഞാനാണെങ്കിൽ ഒരുപാട് നേരത്തെ അങ്ങ് ചെല്ലുകയും ചെയ്തു. പക്ഷേ അവിടെ ചെന്നപ്പോൾ എന്തോ ചെണ്ടമേളമൊക്കെ നടക്കും കേട്ടോ. അതൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു. പിന്നെ മേപ്പോട്ട് പോയി അവിടെ എന്തോ നടക്കുന്നതെന്നൊക്കെ നോക്കി. പിന്നെയും താഴെ വന്നപ്പോൾ അടുത്ത ചെണ്ടമേള, അതും കണ്ടിങ്ങനെ അതൊക്കെ നോക്കിയൊക്കെ നിന്ന് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നോക്കി. പരിപാടി തുടങ്ങിയോന്ന് പറഞ്ഞാൽ തുടങ്ങി. അങ്ങനെയാണ് ചെണ്ടമേളവും കഴിഞ്ഞ് ബോറടിച്ചിരിക്കുമോ. എത്ര നേരം ബോറടിച്ചിരുന്ന് ഇരുട്ടടിക്കുന്നിടം വരെ ഒരു 5 മണിക്കെങ്ങാണ്ട് പോയതാണ്. പിന്നെ അവിടെ കിടക്കുന്ന ലൈറ്റിൻ്റെയും ഇതിൻ്റെയൊക്കെ ഫോട്ടോ എടുത്ത് താഴെ ഒരു കയറ് കിടന്ന് അതും എടുത്ത് പിന്നെ അങ്ങനെ ഇരുന്നപ്പം കാണാൻ ഒരു ജീപ്പ് ഇറങ്ങിപ്പോന്ന്. ജീപ്പിൽ എന്തോ സ്പീക്കറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ആ വണ്ടി ഫ്രണ്ടിൽ നിന്ന് എടുത്തായിരുന്നു നല്ലൊരു വ്യൂ കിട്ടിയേനെ. അതുകൊണ്ട് പുറകിൽ നിന്നൊരു വ്യൂവിനുള്ള ഓർമ്മ. പിന്നെ പിള്ളേരുടെ ഫോണിൽ ഗെയിമൊക്കെ നോക്കിയിരിക്കുമായിരുന്നു. അങ്ങനെ അപ്പോൾ ഒരു കറണ്ട് പോയിക്കുമായിരുന്നു. കറണ്ട് പോയിട്ട് പിന്നെ ലൈറ്റ് കത്തി, ലൈറ്റ് പോയി. പിന്നെ കറണ്ട് വന്നതുമില്ല. ഞാൻ കുറേ നേരം ഇങ്ങനെ ക്യാമറ ഓണാക്കി വെച്ച് DJ ആയിട്ട് മിന്നുന്നതാണ്, പക്ഷേ നടന്നില്ല. അങ്ങനെ കറണ്ട് പോയതുകൊണ്ട് ആ നേരത്തെ പോയ വണ്ടി റിവേഴ്സ് കയറി വരുമോ. അവിടെ ആ ജനറേറ്ററിൽ വെട്ടം ഇട്ട് കൊടുക്കാൻ കേട്ടോ. പിന്നെ റിവേഴ്സിൽ കയറി വന്ന് അപ്പോഴത്തേനും ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഒന്ന് എടുത്ത്. വണ്ടിയുടെ ഫ്രണ്ട് എനിക്കാണ് എണ്ണീറ്റൊന്നും പോകാൻ വയ്യ. എല്ലാവരും എണ്ണീറ്റ് പോകുമ്പോൾ പറ്റുമായിരുന്നു നമുക്ക് താഴ്ന്നൊക്കെ എടുക്കാമായിരുന്നു. അവിടെ ഇരുന്നപ്പോൾ നല്ല സുഖം, പിന്നെ എണ്ണിക്കാൻ തോന്നിയില്ല. അങ്ങനെ വണ്ടി അടുപ്പിച്ചിട്ടിട്ട് അതിൻ്റെ ഇതിൽ നിന്ന് വയറൊക്കെ കൊടുത്ത് അതിൽ നിന്നൊക്കെ കണക്ഷൻ ചെയ്യാൻ എന്തൊക്കെ പരിപാടിയാണ്. അങ്ങനെ ഓരോ ആൾക്കാരൊക്കെ വന്ന് അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. ഇരുന്നാണെങ്കിൽ വേരുറക്കുമായിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ വണ്ടിക്കകത്ത് ലൈറ്റ് കത്തി. പിന്നെ അതിൻ്റെയൊക്കെ ഓരോ ഫോട്ടോയൊക്കെ എടുത്തൊക്കെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ഈ ക്യാമറയ്ക്കകത്ത് കൊള്ളത്തില്ല. അല്ലാതെ കണ്ടോ, ഇതൊക്കെ ആ GB കിടന്ന ലൈറ്റാണ്. അത് കിടന്ന് മിന്നുന്നതൊക്കെ കണ്ട് അതൊക്കെ ഓരോ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെയൊക്കെ ഇരിക്കുക. പിന്നെ കറണ്ട് വന്നു. രാത്രിയായി, ഇരുട്ടായി, ഒരു 6 മണിയൊക്കെ കഴിഞ്ഞ്. പിന്നെ കറണ്ടൊക്കെ വന്ന് ഞാൻ പിന്നെ അവിടെ ഇവിടെയൊക്കെ നടന്ന് ഫോട്ടോയൊക്കെ എടുത്ത് അത് മെഴുകുതിരിയൊക്കെ കത്തി. അതൊക്കെ വലിയ തീയൊക്കെ ആയി. അങ്ങനെ അതൊക്കെ നോക്കിയൊക്കെ ഇരിക്കുക. ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട്. അതുകൊണ്ട് ക്യാമറ കറക്കി തിരിച്ചൊക്കെ എടുക്കാനൊക്കെ എന്തോ പോലെ ആൾക്കാർ നോക്കുന്നുണ്ട്. എങ്ങനെയൊക്കെയോ വീഡിയോയും ഫോട്ടോയൊക്കെ എടുത്ത് അങ്ങനെ നൈസായിട്ട് സ്കൂട്ടായി. ഇത് താഴെന്ന് മേപ്പോട്ടായിരുന്നു കയറിപ്പോട്ട്. ഇത് മേളിൽ നിന്ന് താഴോട്ടെ എന്തെങ്കിലുമൊക്കെ ആവട്ടെ. ഈ ലൈറ്റിൻ്റെയൊക്കെ അത് കറണ്ട് വന്ന് ഇരുട്ടായി നല്ല രസമായി. പരിപാടിയൊക്കെ ഇനിയിപ്പോൾ മിന്നാൻ തുടങ്ങി. ഇനിയിപ്പോൾ നമ്മൾ റോഡിലോട്ട് ഇറങ്ങുക. അങ്ങനെയൊക്കെ ഒന്നും. പിന്നെ അടുത്ത ചെണ്ടമേള റോഡിലോട്ട് ഇറങ്ങി. പിന്നെ അതും നോക്കിയതിനെ കൊണ്ട് എന്നുവെച്ചാൽ അപ്പോഴത്തേനും ആൾക്കാരൊക്കെ കൂടി, ഇഷ്ടം പോലെ ആൾക്കാരൊക്കെ ആയി. ഇപ്പം ഞാനാണെങ്കിൽ ബോറടിച്ചിങ്ങനെ നിൽക്കുമായിരുന്നു. അങ്ങനെ അതൊക്കെ നോക്കി കുറേ നേരം നിന്ന്. പിന്നെ ഇവർ ക്യൂ ആയിട്ട് താഴോട്ട് ഇറങ്ങി നടക്കാൻ തുടങ്ങി. ഞങ്ങളും ഏറ്റവും പുറകെ ഞങ്ങളും പോയി. എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രസമുണ്ടായിരുന്നു. ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരുന്നു. ഇഷ്ടം പോലെ ഒത്തിരി ആ ജീപ്പ് അടുത്തുകൂടെ പോയപ്പം തന്നെ ചെവി പൊട്ടി. ചെവി കേൾക്കാത്ത പോലായി. നല്ല ഒരു ഭയങ്കര സൗണ്ടായിപ്പോയി. അങ്ങനെ ഇത് ചെണ്ടയുടെ ഇതിൻ്റെ എല്ലാം കൂടെ സൗണ്ട് ഒരുമാതിരി ഇങ്ങനെ തല പെരുത്തിരിക്കുക. അപ്പോൾ നല്ല രസമുണ്ട്. ഇത് കാണാൻ നല്ല രസമുണ്ട്. രാത്രി ആയതുകൊണ്ട് വെട്ടവും ഇതും വെളിച്ചമൊക്കെ. അങ്ങനെ ഓരോരുത്തർ ആ മാലയൊക്കെ കൊണ്ടുവന്ന് പൈസയൊക്കെ കൊണ്ടുവന്ന് ഇടുന്നുണ്ട്. അതൊക്കെ നോക്കി ഇന്ന്. ഇനിയിപ്പം കുറേശ്ശെ ആൾക്കാർ താഴോട്ട് പോകുന്നുണ്ട്. ക്യൂ ആയി കണ്ടോ. ആ വീഡിയോ ഞാൻ കൃത്യമായിട്ടെടുത്തു. അത് കിട്ടിയെന്നുള്ളതാണ്. ചില സമയത്ത് ഈ ഷേക്ക് കണ്ടോ, കയ്യിരുന്നങ്ങ് വിറയ്ക്കും. എന്തുവാണോ എന്തോ, ഫോണിൻ്റെയും ഷേക്കാണ്. ഞാനാണെങ്കിൽ പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങി. ഒരാൾ കുതിരയുടെ പുറത്തൊക്കെ കയറി വരുന്നുണ്ട്. അതൊക്കെ നോക്കി ഇന്ന്. ഞങ്ങളിപ്പോൾ ക്യൂവിൻ്റെ ബാക്കിൽ. അങ്ങനെ അടുത്ത സ്ഥലത്തെത്തി. അവിടെ ആണെങ്കിൽ പായസം കിട്ടി. അത് അമ്പലക്കാർ തന്ന പായസം. അതൊക്കെ മേടിച്ച് കുടിച്ച് പിന്നെ അവിടെ ഭയങ്കര ഇത് കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് ചെണ്ടക്കാരെല്ലാം കൂടെ അപ്പോഴത്തേനൊന്ന് ഫ്രീ ആയി. അങ്ങനെ എനിക്ക് 2 വട്ടം കിട്ടി. 1 വട്ടവും കിട്ടി, 2 വട്ടവും കിട്ടി. ഇപ്പോൾ എൻ്റെ ഈ ഒരെണ്ണം ഇരിപ്പുണ്ട്. അപ്പോൾ അടുത്ത സൈഡിൽ കൂടെ അടുത്ത ഇതും വന്നു. അതും ഞാനങ്ങ് മേടിച്ച്. അങ്ങനെ പായസമൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുക. ഇനിയിപ്പോൾ സമയം അപ്പം തന്നെ ഒരു 8 മണിയായിരുന്നു. 8 7:30 അത്ര ഉണ്ടായി. നല്ല ഇരുട്ടായി. അങ്ങനെ പിന്നെ അവിടുന്ന് ഇതൊക്കെ ചെയ്ത് പിന്നെ അവിടുന്ന് അങ്ങോട്ട് മുമ്പോട്ട് നടക്കാൻ തുടങ്ങി. അങ്ങനെ മുമ്പോട്ട് പോകാൻ നേരം ചെറിയ ബ്ലോക്കൊക്കെ ആയി. പിന്നെ വണ്ടിയെല്ലാം പറഞ്ഞു വിട്ട് കഴിഞ്ഞപ്പോൾ ഒരു തടി ലോറി വരുന്നു. തടി ലോറിയിലാണെങ്കിൽ നിറച്ചും തടിയും. ഇത് വണ്ടി അനങ്ങുന്നില്ല. മേളിൽ പോയി ഇത് ലൈനിലൊക്കെ കുരുങ്ങിയൊക്കെ നിൽക്കുക. അങ്ങനെ ആ വണ്ടി സാഹസികം, ഇവിടുന്ന് പോകുന്ന സാഹസികം, ഞാൻ ഇവിടുന്ന് വീഡിയോ എടുക്കുന്ന സാഹസികം, എല്ലാം സാഹസികം. ഒരു മുട്ടത്തല നിൽക്കുന്നതുകൊണ്ട് നമ്മൾ മറ്റേ ഫ്ലാഷ് അതിലോട്ട് ഫോക്കസ് ഞാൻ ക്യാമറ അനങ്ങിയപ്പോൾ പോയി. എന്തോ ചെയ്യാനാന്ന് പറയും. ആ മുട്ടത്തല ഞാൻ ഫോക്കസ് ചെയ്തായിരുന്നു വെച്ചത്. അതുകൊണ്ട് അടുത്ത ഏതോ തലയിൽ ഞാൻ ഈ ലൈറ്റ് ഫോക്കസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ സൂമൊക്കെ ചെയ്തപ്പോൾ പിന്നെയും പോയി. അങ്ങനെ മുമ്പോട്ട് നടന്ന് ആ ലോറിയുടെ മണ്ടയിൽ ആരോ നിൽപ്പുണ്ട് കേട്ടോ. ഇത്
ഭയങ്കര റിസ്ക് ആയിട്ടുള്ള പണിയാണ്. കറണ്ട് അടിച്ചതാണ്, ഇത്രയും പൊക്കമില്ലയോ. അങ്ങനെ ലോറി നല്ല കൊള്ളാം കേട്ടോ. ലൈറ്റൊക്കെ ഇട്ട് ഗംഭീരമായിട്ട് വെച്ചിട്ടുണ്ട് ലോറി. അങ്ങനെ ലോറിയുടെ ഫോട്ടോയൊക്കെ എടുത്ത് അല്ല വീഡിയോ ഒക്കെ എടുത്ത് എനിക്കിഷ്ടപ്പെട്ടു ഈ ലോറി. ഇതിൻ്റെ ഗെയിം ഇനി അടുത്ത് ഇറക്കുക. അങ്ങനെ മുമ്പോട്ട് വന്നപ്പോൾ മുസ്ലിംകാരുടെ കേക്കും മുട്ടായും വെള്ളമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ മേടിച്ച് പിന്നെ ഇവർ പാതി എത്തിയപ്പോൾ തിരിഞ്ഞ് നടക്കാൻ തുടങ്ങി. അങ്ങനെ ആ കുതിരയുടെയൊക്കെ വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ ആ കുതിരയൊക്കെ ഒരാൾ കുതിരയുടെ പുറത്തൊക്കെ കയറി പോകുന്നുണ്ട്. താണ്ട 2-3 പിള്ളേർ ഇതൊക്കെ ആയിട്ട് പോകുന്നു. പിന്നെ അതൊക്കെ നോക്കി നിന്ന് പിന്നെ ഇച്ചിരി മുമ്പോട്ട് പോയി. ഭയങ്കര ഷേക്ക് ഉണ്ടോ, ഇതെൻ്റെ കയ്യിരുന്ന് എന്തോ വിറയ്ക്കും. അതിൻ്റെ കൂടെ ഈ ഫോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻഡ്രോയിഡ് ആയതുകൊണ്ട് ഷേക്ക് ഉണ്ടാകും, അതതിൻ്റെ വേറൊരിത്. അങ്ങനെ എല്ലാവരും നടന്നു പോകുന്ന വീഡിയോ ഒക്കെ ഞാൻ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. 2 സൈഡിലും ഇപ്പോൾ ആളുണ്ടല്ലോ, കാണാൻ നല്ല രസമായി. എന്നുവെച്ചാൽ ഒരു സൈഡിലും കൂടെ മെഴുകുതിരിയുടെ ഒരു കുറവുണ്ടായിരുന്നു, എന്നാൽ ഇച്ചിരിയും കൂടെ എറിച്ചേനെ. ആ വെട്ടവും ഫോണിലൊക്കെ ഇത്രയും ക്ലിയർ ആയിട്ട് കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. വേറെ നല്ല ഇത് ഐഫോണിലൊക്കെ ആയിരുന്നു ഇച്ചിരിയും കൂടെ കൊള്ളാമായിരുന്നു. ഇത് ഈ ആൻഡ്രോയിഡ് ഇത് അന്നത്തെ കാലത്തെ പഴയ കാലത്തെ ഈ ഡിജിറ്റലാന്ന് പറഞ്ഞ് അന്നിറക്കിയ ക്യാമറയൊക്കെ. പിന്നെ ആ ഒരു വണ്ടി കണ്ടോ കിടക്കുന്നത്, ആ വണ്ടി കൊള്ളാം. അത് വണ്ടിയുടെ ഇത് ഫോട്ടോയൊക്കെ ഞാൻ എടുത്ത്, ഫോട്ടോയല്ല വീഡിയോ തിരിഞ്ഞ് നിന്നു. പക്ഷേ അതിൻ്റെ അകത്ത് ആൾക്കാർ കുറേയും കൂടെ നിൽക്കുമായിരുന്ന രസമായിരുന്നു. വണ്ടി ഏതാണോ ആരുടെയാണോ എന്നൊന്നും അറിയത്തില്ല, കൊള്ളാം, സൂപ്പർ. അങ്ങനെ ഇവിടെ ചെണ്ടമേളവും അതും ഇതും പരിപാടിയും ഒക്കെ. ഇനിയിപ്പോൾ ഇവിടുന്ന് തിരിഞ്ഞ് പോകാനാണ്. അതുകൊണ്ട് ഈ വണ്ടി കയറി വരുന്നുണ്ടോ. എനിക്ക് ഈ വണ്ടികൾ ഇങ്ങനെയൊക്കെ ഇതൊക്കെ ആക്കി വെക്കുന്നത് ഭയങ്കര ഇഷ്ടം കേട്ടോ. നമ്മൾ വണ്ടിയോടാണ് ക്രേസ് ഇപ്പോൾ, ചുമ്മാ ക്രേസ് മാത്രമേ ഉള്ളൂ. അങ്ങനെ അവിടുന്ന് ഒരച്ഛൻ വന്ന് എന്തൊക്കെയോ പ്രസംഗിക്കുകയൊക്കെ ചെയ്ത് പിന്നെ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് തിരിഞ്ഞ് നടക്കാനുള്ള ഇതായി. അങ്ങനെ ഞാൻ വണ്ടിയുടെ അടുത്ത് പോയി. ആ സമയം കൊണ്ട് വേറൊരു വണ്ടിയെ ഫോക്കസ് ചെയ്ത് കണ്ടോ, വേറൊരു പിക്കപ്പായിരുന്നു വരുന്നത്. അങ്ങനെ ആ പിക്കപ്പ് തിരിച്ച് കണ്ടിങ്ങനെ വരുന്നതൊക്കെ എടുത്ത് അങ്ങനെ ഞങ്ങൾ മുമ്പോട്ട് കടന്ന്. ഇനിയിപ്പോൾ തിരിച്ചാ ഇറങ്ങിയില്ലേ ആ സ്ഥലത്തില്ലും, അവിടുന്ന് പിന്നെ അടുത്ത പരിപാടി തീർന്ന്. സത്യം പറഞ്ഞാൽ ഇത് തിരിച്ചു പോകുമ്പോൾ തീരും, അത്രയേ ഉള്ളൂ. പിന്നെ അവിടെ ചെന്നപ്പം പിന്നെയും ചെണ്ടമേളം. അപ്പം പിന്നെ ആ റൗണ്ട് കഴിഞ്ഞ്. അങ്ങനെ പടക്കം പൊട്ടിക്കുന്ന ഇത് കമ്പമായിരുന്നു. പോയി നോക്കാമെന്ന് പറഞ്ഞ് നോക്കിയപ്പം കാണാം കമ്പം അവിടെ ഇവിടെയൊക്കെ നിന്ന് പൊട്ടുക. പിന്നെ മേപ്പോട്ട് പോകുന്നില്ല. എന്തോ ഭാഗ്യമെന്ന് പറഞ്ഞാൽ മതി, ആ വാട്ടർ ടാങ്കിൻ്റെ അടുത്തിരുന്നുകൊണ്ട് പൊട്ടിത്തെറിച്ചില്ല. പിന്നെ ഞാനെല്ലാം സാഹസികമായിട്ട് ആൾക്കാരെല്ലാം ഓടി വിളിച്ചൊക്കെ ഇരിക്കുമോ, നമ്മളവിടെ നിന്ന് വീഡിയോ എടുക്കാൻ തുടങ്ങിയങ്ങ്. ഇത് ചിലപ്പോൾ ഇതെന്തുവാ നടക്കുന്നതെന്നറിയണമല്ലോ. അങ്ങനെ അവിടെ തന്നെ ഈ കുത്തിയിരുന്ന് പിന്നെ ഇത് പൊട്ടി തീർന്നിടം വരെ ഇരുന്ന്. ആ ക്യാമറ ഓഫ് ചെയ്തതേ ഇല്ല. കമ്പം ഒന്നുപോലും മേളിൽ പോയില്ല, എല്ലാം അവിടെ ഇരുന്ന് കത്തിയെന്നുള്ളതാണ്. ആദ്യമായിട്ട് എല്ലാ വർഷം മേളിൽ പോയാൽ പൊട്ടുന്നത്. ഈ വർഷം എന്തുവാണോ എന്തോ. അങ്ങനെ ഞാൻ ഇങ്ങനെ നിന്നുണ്ടല്ലോ, ലാസ്റ്റ് അങ്ങ് ഇരിക്കും. ഇത് അത്ര 1 മണിക്കൂറെങ്ങാണ്ട് പൊട്ടേണ്ട സാധനം ഒരു 5 മിനിറ്റ് കൊണ്ട് പൊട്ടിത്തീർന്നു. വല്ലതും തീ പിടിച്ചു പോയതാണ്, ചീറ്റിപ്പോയതാണോ എന്തോ പരിപാടി എന്ന് പറഞ്ഞു. ആണ്ടായിരുന്നു, ഇപ്പോഴായിരുന്നേ. എൻ്റെ ഒരു കൊച്ചു വന്ന് മാറി കൊച്ചി അങ്ങോട്ട് വീഡിയോ ഇട്ടിട്ടെ. അങ്ങനെ നമ്മൾ പിന്നെ മേപ്പോട്ടാക്കിയപ്പോൾ ഇച്ചിരി പൊട്ടിയത് പിന്നെയും മേളിൽ പോയി പൊട്ടി, താഴെയും പൊട്ടിയിട്ട് മേളിൽ പോയി പൊട്ടി. എന്തോ ഇത് മരുന്ന് ഉണ്ടാക്കിയതിൻ്റെ അകത്ത് എന്തെങ്കിലും കെമിക്കലല്ലേ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറുന്നേ. അങ്ങനെ അത് പൊട്ടുന്ന കണ്ടുകൊണ്ട് അങ്ങനെ ഇരുന്ന് കുറച്ച് പേരൊക്കെ പേടിച്ചൊക്കെ നിന്ന്. നമുക്ക് കിട്ടിയ അവസരമാണ്, നമ്മൾ വീഡിയോ എടുത്ത് അവിടെ അങ്ങ് നിന്നങ്ങ് ഇരുന്ന്. അങ്ങനെ അത് തീർന്നു. പിന്നെ അത് തീർന്ന് ഇവിടെ ഇതൊന്നും അറിഞ്ഞില്ല. അപ്പോഴും ചെണ്ടമേളം ഇങ്ങനെ നടക്കുക. ഈ കമ്പം പൊട്ടിയതൊന്നും ആ ചീറ്റിപ്പോയ കാര്യമൊന്നും ഇവരൊന്നും അറിഞ്ഞില്ലയോ എന്തോ. താഴെ പിള്ളേരൊക്കെ ഡാൻസ് കളിക്കുന്നത് ഭയങ്കര ഇത്. അങ്ങനെ ഞാനത് രസമില്ലാത്തതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഇത്രയേ എടുത്തുള്ളൂ. എന്നുവെച്ചാൽ ഒത്തിരി ഒരു അരമണിക്കൂറെങ്ങാണ്ട് ഇതുണ്ടായിരുന്നു. ഞാൻ അങ്ങോട്ട് പോയി ഇങ്ങോട്ടൊക്കെ പോയി പിന്നെയും ക്യാമറ ഓണാക്കിയപ്പോൾ പിന്നെയും തീർന്നില്ല. മറ്റേ പിള്ളേർ ഡാൻസ് കളിച്ചൊക്കെ തീർന്ന് അവന്മാർ കുഴഞ്ഞു. അങ്ങനെ പിന്നെന്തോ ചെയ്തു, പിന്നെ ഞാൻ നിർത്തി. പരിപാടി തീർന്നു. ആദ്യമേ പോയി ഞം കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞം മേടിച്ച് വെള്ളവും മേടിച്ച്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.